എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ഉള്ള ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഈ വട എന്ന് പറഞ്ഞ ഒരുപാട് പേര് തയ്യാറാക്കി നോക്കിയിട്ടുള്ളതായിരിക്കാം, പക്ഷെ കുറച്ച് പേരെങ്കിലും ചെയ്യാത്തതായിട്ടുണ്ടാവും. അപ്പൊ ഇത് സാബുദാന വടയാണ്. സാബുദാന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് അറിഞ്ഞൊന്നും വരില്ല. അതായത് നമ്മുടെ സ്വന്തം ചവരി, നമ്മുടെ പായസത്തിലൊക്കെ ഇടുന്ന ഗുണ്ടുമണി സംഭവമില്ലേ, വൈറ്റ് കളറിലുള്ളത്, അതാണ് സംഭവം. മുത്തുമണി എന്നൊക്കെ പറയില്ലേ. അപ്പൊ വളരെ എളുപ്പമാണ്, നല്ല ക്രിസ്പിയാണ് പുറത്ത്, പക്ഷെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ നവരാത്രിയൊക്കെ അല്ലേ, എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിരുന്ന കുറുമ സൂപ്പർ ആയിരുന്നു കേട്ടോ. അത് ഒരുപാട് പേര് തയ്യാറാക്കിയിട്ട് എനിക്ക് ഫോട്ടോസ് ഒക്കെ അയച്ചിരുന്നുണ്ട്. ഒരു കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഇതുവരെ കാണാത്തവര് കാണാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് രുചികരമായ ചവരി കൊണ്ടുള്ള വട തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് സാബുദാന വട തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് സാബുദാനയാണ് എടുത്തിരിക്കുന്നത്, അതായത് നമ്മുടെ ചവ്വരി. നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് 2-3 തവണ വാഷ് ചെയ്യണം. അതിനുശേഷം 20 മിനിറ്റ് നേരത്തോളം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ വെള്ളത്തിലിട്ടിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ സാബുദാന ഞാൻ വാഷ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതാണിത്. നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരിപ്പയിൽ കൂടെ അങ്ങ് അരിച്ചെടുക്കണേ. അരിപ്പയിൽ കൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളമൊന്നുമില്ല, എന്നാൽ പോലും ഒരല്പം വെള്ളം നമുക്ക് ഇതിലേക്ക് അങ്ങ് തെളിച്ചു കൊടുക്കാം. ഒരു ഇച്ചിരി മാത്രം, അതൊന്നും അതിൽ നനവ് നിൽക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ചങ്ങ് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പം നിങ്ങൾ രാവിലെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈവനിങ്ങോട് കൂടി നമുക്കിത് സാബുദാന വട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് ഇപ്പോൾ ഇതിങ്ങനെ സോക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ നാളെ രാവിലെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നമുക്കിത് അടച്ച് ഫ്രിഡ്ജിലങ്ങ് വെക്കാം. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാബുദാന വട ഉണ്ടാക്കുന്നതിനേക്കാൾ മുൻപായിട്ട് നമ്മളിത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിപ്പോൾ നോക്കിയേ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇത് പ്രസ് ചെയ്യാൻ. പക്ഷേ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കിനും, കുറച്ചധികം സമയം കഴിയുമ്പോഴേക്കിനും നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പ്രസ് ആകുമ്പോൾ നല്ല പൊടിഞ്ഞു പോകാനുള്ള ആ സമയം വരെ നമുക്ക് ഇത് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലാണ് വെക്കാൻ പോകുന്നത്, അടച്ചു വെക്കും. അപ്പോൾ രാവിലെ നമുക്കിത് എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 7-8 മണിക്കൂറെങ്കിലും ഇങ്ങനെ അടച്ചു വെച്ചാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് നാളെ രാവിലെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ചവ്വരി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുക. പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നോക്കി ഒട്ടും തന്നെ കല്ല് പോലെ അല്ലാതെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് എല്ലാം അലിഞ്ഞു വരുന്ന ഒരു പരുവം, അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണം. ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് നമുക്ക് ആദ്യം വേണ്ടത്, ഞാനിവിടെ ഒരു വലിയ പൊട്ടറ്റോൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് പൊട്ടറ്റോൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് നന്നായിട്ട് ഒന്ന് കൈ കൊണ്ട് ഉടച്ചു കൊടുക്കുക. ഞാനിതൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പൊട്ടറ്റോ വേണ്ട. ഒരു ചെറിയ പൊട്ടറ്റോ ആണെങ്കിൽ ഒന്നെടുക്കാം, വലുതാണെങ്കിൽ പകുതി എടുക്കാം. നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതൊന്ന് ബൈൻഡിങ് ഏജന്റ് ആയിട്ടാണ് നമ്മൾ പൊട്ടറ്റോ ഉപയോഗിക്കുന്നത്, എല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടി മാത്രം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളക്, ഇഞ്ചി, കൊത്തമല്ലി, അതായത് മല്ലിയില. അപ്പൊ പച്ചമുളകിന്റെ എണ്ണമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. കുറച്ച് സ്പൈസി ആയിട്ടുള്ള വടയാണെന്നുണ്ടെങ്കിൽ ഒരു 3 പച്ചമുളകൊക്കെ ചേർക്കാം. അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1 പച്ചമുളക് അല്ലെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. പക്ഷെ പച്ചമുളകാണ് അതിന്റെ ടേസ്റ്റ് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ കൂടെ മല്ലിയുടെ ഇല വളരെ നൈസാക്കി അരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്. നമ്മളിതിൽ വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു വട ഉണ്ടാക്കാൻ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അത് നമുക്ക് കുഴച്ച് നോക്കുമ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടിച്ചു വെച്ചിരിക്കുന്ന കപ്പലണ്ടി. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കപ്പലണ്ടി അതിന്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം പൊടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് പൊടിക്കാൻ മറക്കരുത്. അത് നമുക്ക് 1/2 കപ്പാണ് മൊത്തം കപ്പലണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ പൊടിച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ആദ്യം മുഴുവൻ ഇടണ്ട, നമുക്കൊരു അതിൻ്റെ ഒരു 1/2 ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ് ആവശ്യത്തിന്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇവിടെ മിക്സ് ചെയ്യാം. പിന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് കുതിർത്ത് വെച്ചിരിക്കുന്ന സാബുദാന നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് വട ആക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ മാത്രം അല്പം വെള്ളമോ അല്ലെങ്കിൽ കുറച്ചും കൂടെ കപ്പലണ്ടിയോ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 1 കപ്പ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇതിന്റെ അളവിലൊക്കെ ഒന്ന് മാറ്റം വരുത്തിയാൽ മതിയാവും. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. സ്പൈസ് ലെവലൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഇച്ചിരി കുറവാ, പുളിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ നമുക്ക് ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് നിങ്ങൾ രുചിച്ച് നോക്കുമ്പോൾ വലിയ സ്വാദമൊന്നും തോന്നുന്നില്ല. അത് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പക്ഷെ ഇത് ഉണ്ടാക്കി വരുമ്പോൾ, ഫ്രൈ ചെയ്ത് വരുമ്പോൾ സൂപ്പറായിരിക്കും. അപ്പോൾ മൊത്തം ഞാൻ 1/2 ടീസ്പൂൺ
മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ വ്രതത്തിൻ്റെ സമയത്ത് നമ്മൾ ഈ ഒരു 9 ദിവസമില്ലേ നവരാത്രിയുടെ സമയത്ത് ഉപയോഗിക്കുന്ന റെസിപ്പികളിൽ ഒന്നാണിത്. ഇപ്പോൾ ഈ നവരാത്രി സമയമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് തന്നെ ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഒന്ന് നനയ്ക്കുക, എന്നിട്ട് വടയാക്കാൻ പറ്റും, വടയുടെ ഷേപ്പ് ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കൈ ഒന്ന് ഞാൻ നനച്ചിട്ടുണ്ട്, അതായത് ഒരുപാടല്ല, എന്നാലും കയ്യിലൊരു നനവ് വേണം. എന്നിട്ട് നമുക്ക് ചെറിയൊരു ഉരുളിങ്ങനെ എടുക്കുക, ഇത് കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്യാം. എന്നിട്ട് ഈ അറ്റത്ത് ഒന്ന് പരത്തി കൊടുക്കുക, അതായത് നടുവിൽ കുറച്ച് ഉണ്ടയായിട്ടിരിക്കണം, സൈഡൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിരിക്കണം. അപ്പോൾ ആ ഒരു പരുവത്തിൽ എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാതും പെർഫെക്റ്റ് ആണെന്നാണ്, അതായത് വെള്ളത്തിൻ്റെ അളവും നമ്മൾ ചേർത്തിരിക്കുന്ന പൊട്ടറ്റോ എല്ലാം കറക്റ്റ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് ഇത് നല്ല തിന്നായിട്ടുണ്ടാക്കാം, തിക്കായിട്ടുണ്ടാക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഒരു മീഡിയം തിക്നെസ്സോട് കൂടിയിട്ടാണ് ഇതങ്ങ് പരത്താൻ പോകുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇത്ര ഉള്ള പരിപാടി. എന്നിട്ട് വേണമെങ്കിൽ സൈഡൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കാം. അപ്പോൾ ഒരു 4-5 എണ്ണം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഓരോന്നും ഉണ്ടാക്കിയിട്ട് അതിൽ വെക്കുക, അല്ലെങ്കിൽ നമുക്ക് പ്ലേറ്റിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പ്ലേറ്റിൽ എണ്ണ തടവാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, മീഡിയം ചൂടാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ വട മുങ്ങി കിടക്കുന്ന രീതിയിൽ ഓയിൽ വേണേ, കാരണം അല്ലെങ്കിൽ നന്നായിട്ട് അത് വീർത്ത് വരില്ല, ക്രിസ്പി ആവില്ല, അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു അല്പം അതിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ചൂടായെന്ന് ഉറപ്പ് വരുത്തണം, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടാവശ്യം തന്നെ അത് ഭയങ്കരമായിട്ട് ബ്രൗൺ കളറായിട്ട് മാറും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഈ കയ്യിലൊന്നും ഒട്ടും തന്നെ വെള്ളമില്ല ഉറപ്പ് വരുത്തണം കേട്ടോ. അല്ലാന്ന് വെച്ചാൽ നമ്മളിത് വെള്ളം ഒരു അല്പം ഉണ്ടെങ്കിൽ പോലും നമ്മൾ എണ്ണയിലിടുമ്പോൾ അങ്ങ് പൊട്ടിത്തെറിക്കുണ്ടോ. ഈ പുതിയതായിട്ട് കുക്ക് ചെയ്യുന്ന പിള്ളേർക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ മീഡിയം ടെമ്പറേച്ചറിലുള്ള ആ ഓയിലിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. സമയം എടുത്തിട്ട് കുക്ക് ചെയ്യണം. ഇപ്പോൾ താഴെ ഇങ്ങനെ മുങ്ങി കിടക്കുന്നുണ്ടാവും, പക്ഷെ അത് കുക്കായി കഴിഞ്ഞാൽ മേലോട്ട് അങ്ങ് പൊന്തി വരും. ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് എവിടെ നിന്നാണെന്ന് അറിയാമോ? കുക്കിംഗ് ഇല്ലേ, നിങ്ങൾക്ക് ഹിന്ദി ചാനലും അവർക്ക് ഇംഗ്ലീഷ് ചാനലും ഉണ്ട്. യാമൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പയ്യനാണ്. പക്ഷെ അദ്ദേഹം ഒരു 8 മാസം 9 മാസം കണ്ടിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ സ്ഥിരം മെസ്സേജ് അയക്കാറുണ്ട്, പക്ഷെ പുള്ളിയുടെ ഒരു വിവരവും ഇല്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയുമെങ്കിൽ എന്നോടൊന്നും പറയണേ. പിന്നെ ഒരു നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ കാണാതിരിക്കുമ്പോഴേ എന്തോ പോലെയാണ്. അപ്പോൾ നമുക്ക് യാമന് താങ്ക്സ് പറയാം. ഒരുപാട് റെസിപ്പി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ റെസിപ്പി ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്. ഇച്ചിരി കൂടി സ്ഥലം ഉണ്ടായിരുന്നുകൊണ്ട് ഒരെണ്ണം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 എണ്ണം അറ്റ് ടൈമേ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാലേ അതൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് കുക്കാവണം, ഉള്ളിൽ കുക്കായെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരുപാട് ചൂടോട് കൂടി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു ഉള്ളിലൊന്നും കുക്കാവില്ല. അതേസമയം ചെറിയ ചൂടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് ഓയിൽ കുടിക്കും, അത് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ഇട്ടത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു നല്ലൊരു റെഡ് കളർ വരുന്നൊരു ടൈമിൽ നമുക്ക് അങ്ങ് എടുക്കണം. അതിനുശേഷം കിച്ചൺ ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഇടുന്ന സമയത്തിനനുസരിച്ച് ആദ്യത്തെ എടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഉരുളിയാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറവാണെന്നാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ബൈൻഡിങ് ഏജന്റ് ആയുള്ള പൊട്ടറ്റോ ഉണ്ടാവില്ല, അതുകൊണ്ട് പൊട്ടറ്റോ അല്ല, അതിന് പകരമായിട്ട് കുറച്ച് പൊടിച്ചു വെച്ചിരിക്കുന്ന കപ്പലണ്ടിയില്ലേ അത് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്താലും മതിയാവും. അപ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ട് വടയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പറ്റണം, അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സാബുദാന കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയിന്ന് വരും, അത് കുഴപ്പമൊന്നുമില്ല. ഒരുപാട് അങ്ങ് തെറിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ബൈൻഡിങ് ഏജന്റ് കുറവാണെന്നാണ്. അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചെറിയ പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, ബാക്കി സൂപ്പർ ഈസിയാണ് തയ്യാറാക്കാൻ. അതേപോലെ തന്നെ സോക്കിംഗ് ടൈമും സോക്ക് ചെയ്യുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ മൊത്തത്തിൽ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത് മിന്റ് ചട്നി ഇല്ലേ, മിന്റ് കൊറിയാണ്ടർ ചട്നിയാണ്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റിയാണ്. അല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ ചുമ്മാ കഴിച്ചാലും നന്നായിരിക്കും. അപ്പോൾ ചൂടോട് കൂടി കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ നമ്മുടെ സാബുദാന വട റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ മൊത്തത്തിൽ ഈ ഒരു അളവിൽ നിന്ന് കിട്ടിയത് 14 എണ്ണാണ്. അത് 14 എന്ന് പറയാൻ കാരണം വെച്ചാൽ 14 ഒരു ബേബി വടയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ മൊത്തത്തിൽ ഒരു 14 വട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന സൈസ് അനുസരിച്ച് മാറ്റം വരും. ചെറുത് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ എണ്ണം കിട്ടും, വലിയ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറവെണ്ണം കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇരട്ടിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ കൂടുതൽ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇതൊരു 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അളവാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചൂടോടുകൂടി കഴിക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രിസ്പിനെസ് പോയി കിട്ടും. അപ്പം ഇങ്ങനെ ഉള്ളിൽ നന്നായി കുക്കായിട്ടുണ്ട്, പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു വായ നിങ്ങൾക്ക് വേണ്ടി കഴിച്ച് നോക്കട്ടെ കേട്ടോ. നോക്കി സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.